അപ്പോൾ ഇത് വീട് വെക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയൊരു അഡിറ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സ്ഥലത്തിനെ എങ്ങനെ വാസയോഗ്യമാക്കാം, അതാണ് ഇപ്പൊ ചിന്തിക്കുക. ഈ വടക്ക് നോക്കി വെച്ച് അതിന് കറക്റ്റായിട്ട് ചരട് പിടിച്ച്, ചരടില്ലാണ്ട് ഒരു പരിപാടി ഇല്ല കേട്ടോ. അതിനെത്ര സമയം എടുത്താലും കുഴപ്പമില്ല, പക്ഷെ അത് കറക്റ്റ് ആയിക്കോളും. കാരണം എന്താ പറഞ്ഞാൽ അതാണ് പിന്നീടുള്ള എത്ര കാലം ഈ വീട് നിലനിൽക്കണമൊക്കെ തീരുമാനിക്കുന്നത്. ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാനും പ്രശ്നം ഉണ്ടാകാനും അടിയിൽ ഒരുപാട് ഇത് വരാനുള്ളതാണ്. അപ്ഡേറ്റഡ് ആണ്, ചെയ്യണം. ശ്മശാന ഭൂമി എങ്ങനെയാണ്? ശ്മശാന ഭൂമിയാണോ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഭാരതത്തിന്റെ സിസ്റ്റം പറയുമ്പോൾ ശ്മശാന ഭൂമി ഇല്ല എന്നാ പറയുക. മരണം കഴിഞ്ഞു കഴിഞ്ഞ് കത്തിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നവധാന്യങ്ങളും വാഴ നടുവൊക്കെ ചെയ്യും. ഇതെന്തിനാ നടന്നു വെച്ചാൽ പിന്നെ അത് ശ്മശാന ഭൂമിയല്ല. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ഡോക്ടർ നിഷാന്ത് തോപ്പിൽ സാറാണ്. വാസ്തുവാചാര്യനും വാസ്തുവിദഗ്ധനുമായ ഡോക്ടർ നിഷാന്ത് തോപ്പിൽ സാർ. സാർ നമസ്കാരം. 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 നമസ്തേ. നമസ്കാരം. നമസ്കാരം. സാർ, ഇന്നേ നമ്മൾ കുറേ കാലം കൊണ്ട് അബാക് മീഡിയ തുടങ്ങിയ കാലം മുതൽ സാറിൻ്റെ ഇൻ്റർവ്യൂകൾ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്ത് പോരുകയാണ്. അതെ. അപ്പോൾ ഒന്ന് രണ്ട് പേര് അമ്മമാരെന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, രോഹിത് ഇങ്ങനെ കുറേ കഥയൊക്കെ പറയുന്നു, പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞങ്ങൾക്ക് ബേസിക്കലി അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മളൊരു വീട് വെക്കാൻ വാങ്ങുന്നവരോട് നിൽക്കട്ടെ, വീട് വെക്കാൻ തീരുമാനിച്ച വാസയോഗ്യമായ ഒരു വീട് വെക്കാനുള്ള സ്ഥലം എങ്ങനെ കണ്ടെത്താം? വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ ആണത്. യഥാർത്ഥത്തിൽ പണ്ട് മുതൽ അതിനൊരു സിസ്റ്റങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു 3 സെൻറ്റ് മേടിക്കുക. അപ്പോൾ ഇത് വീട് വെക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയൊരു അഡിറ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സ്ഥലത്തിനെ എങ്ങനെ വാസയോഗ്യമാക്കാം, അതാണ് ഇപ്പോൾ ചിന്തിക്കുക. അതാണ് കാരണം. തന്നെ പണ്ട് കാലത്താണെന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ രാജാക്കന്മാരൊക്കെ പശുവിനെ അഴിച്ചുവിടുക. അപ്പോൾ പശു എവിടെയും പോയിട്ട് സ്വസ്ഥമായിട്ടിരിക്കും. അപ്പോൾ ആ സ്ഥലത്ത് ഏറ്റവും നല്ല പോസിറ്റീവ് എനർജിയാണ്, അവിടെ വീട് വെക്കാന്ന. ഇന്നിപ്പോൾ നമ്മൾ പശുവിനെ ഇപ്പം എങ്ങനെ ലോണൊക്കെ എടുത്തിട്ട് ഒരു 3 സെൻറ്റ് സ്ഥലം മേടിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാസയോഗ്യമായ ഭൂമി എന്ന് പറഞ്ഞിട്ട് കുറേ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു ഭൂമിയിൽ നിന്ന് 1 അടി നീളം, 1 അടി വീതി, 1 അടി ഹൈറ്റ്, 1 അടി താഴ്ചയിൽ മണ്ണെടുത്ത് രണ്ടാമതും അതിൽ നിറക്കുകയാണ്. ആണെങ്കിൽ ബാക്കി വരികയാണെങ്കിൽ നല്ല ഭൂമിയാണെന്നാണ്. ഇനി അത് അങ്ങനെ തന്നെ അടിഞ്ഞു പോവുകയാണെങ്കിൽ അത് മൈനസ് പറ്റില്ല എന്നാണ്. സമാസമം നിൽക്കുകയാണ്, മധ്യമാണെന്നാണ്. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 3 സെൻറ്റിൽ അതൊക്കെ ചെയ്താൽ പ്രശ്നമാവും, ഉള്ള സമാധാനം കൂടി പോകും. അപ്പം നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് ഉള്ള ഭൂമിനെ എങ്ങനെ നന്നാക്കാം, അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അപ്പം അതിന് നമ്മൾ ശാസ്ത്രങ്ങളിൽ തന്നെ ഒരു 7 തരം പറയുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പൂരണം, ഹരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ചില ഭൂമികൾ ചെങ്കുത്തായിട്ട് കിടക്കുന്നതാണ് നമ്മൾ ചെത്തി ലെവലാക്കി സമാന്തരമാക്കേണ്ടി വരും. അതേ സമയത്ത് നമ്മൾ ചില ഈ എന്താ പറയുക വയൽ പോലത്തെ ഭൂമിയാണെങ്കിൽ താണ് കിടക്കുന്നതാണെങ്കിൽ നമ്മൾ പൂരണം എന്ന് പറയും, അത് നിറച്ച് സമാന്തരമാക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ പഞ്ചഗവ്യം, വിപ്രോജിഷ്ടം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പല സിസ്റ്റങ്ങളും പറയുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഒരു 7 തരത്തിലുള്ള സ്ഥലശുദ്ധി വിധികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് അവിടെ എന്താ റിക്വയർമെൻ്റ് എന്ന് നോക്കിയിട്ട് അത് മാതിരിയാണ്. പഞ്ചഗവ്യം എന്ന് പറയുന്നത് ഈ നമ്മൾ പശുവിൻ്റെ 5 സാധനങ്ങൾ, അതൊരു ഇത്ര തവി എന്ന് പറഞ്ഞിട്ട് അതിനൊരു കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് തെളിച്ചിട്ട് ശുദ്ധിയാക്കണതും ഉണ്ട്. കണക്ക് വീഡിയോ പറയത്തില്ലല്ലോ അല്ലേ? കണക്ക് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ, ഇതിനൊക്കെ കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. ഉള്ള ഇത് പറയുക, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അടുത്ത കമൻറ്റ് താഴെ വരും. ഈ ഗോമൂത്രം തന്നെ വാക്ക് ഉപയോഗിച്ച പ്രശ്നമാണ്. ഈ ഗോന്ന് പറഞ്ഞാൽ ഗോമൂത്രം എന്ന് പറഞ്ഞാൽ പിന്നെ സംഖ്യ, അതുകൊണ്ടൊന്നും മിണ്ടാണ്ടിരിക്കണേ നല്ലത്. സാറിന്റെ കോട്ടും ജുബയൊക്കെ കണ്ട അങ്ങനെ ലുക്കുണ്ട്. അതെ. അപ്പോൾ ഇതിൽ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ മൊബൈലിലൊക്കെ തന്നെ ഉണ്ട് വടക്ക് നോക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. കാരണം എന്താ വെച്ചാൽ അതിനെ മാത്രം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. രാവിലെ തന്നെ എണീച്ചിട്ട് വീട് നീക്കിയൊക്കെ ഒന്നും പറ്റില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ കാര്യമായിട്ട് നോക്കണം. ഏത് സ്ഥലത്ത് പോയാലും ഒരു വടക്ക് നോക്കി വെച്ചിട്ട് നോക്കി നോക്കുക. കറക്റ്റായിട്ട് വടക്ക് നോക്കി പ്രകാരം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ. ബാക്കി എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇതിന് മാത്രം നമുക്ക് എന്താണ് നോക്കേണ്ട കോമ്പസിന് വടക്ക് നോക്കി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഭൂമിക്ക് ഒരു അലൈൻമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ നമ്മൾ പണ്ട് ചാക്കോ മാഷ് പറഞ്ഞ
ഒരു കണക്കിലാണ്, ഒരു സ്പന്ദനത്തിലാണ് പോകുന്നത്. ലോകത്തിന്റെ മുഴുവൻ മാത്തമാറ്റിക്സിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ഓരോരോ ഇതിൽ നമ്മളൊരു വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. നമ്മൾ സൂര്യൻ ഉദിക്കണമെന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിന് കറക്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് റിസൾട്ട് വരിക. അപ്പം അതിന് ഭൂമിയുടെ ചലനം കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്ന സാധനമാണ് വടക്കു നോക്കി. അപ്പോൾ ഈ വടക്കു നോക്കിയിൽ ആ സൂചിക്ക് സമാന്തരമായിട്ട് നമ്മൾ വീട് ഉണ്ടാക്കുകയാണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരിക. അത് 0 ഡിഗ്രി എന്ന് പറയും. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വടക്കു നോക്കിൻ്റെ സൂചി എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച്. ലോകത്തിലൊരൊറ്റ മെഷീനേ ഉള്ളൂ, സൂചിക്ക് അനുസരിച്ച് മെഷീൻ മാറ്റണം. ബാക്കിയല്ല നമ്മളെ കാറിലും ബൈക്കിനും ഒക്കെ ഉണ്ട്, അത് സൂചി ആടി കളിക്കും, മെഷീനൊന്നുമില്ല. പക്ഷെ ഇതിനങ്ങനെയല്ല, ഈ സൂചിക്ക് അനുസരിച്ച് നമ്മളെ മെഷീൻ ടേൺ ചെയ്യണം. കാരണം ഇവിടെ സൂചി ആയിരിക്കും സ്റ്റില്ല്, കാരണം അത് വടക്ക് നോക്കി വടക്കേ നോക്കൂ. ഇങ്ങനെയാണ് വടക്ക് വരുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ വീട് പണിയണമെന്നാണോ? അത് ഇങ്ങനെ തന്നെ വീട് പണിയെന്നല്ല, ചുമരുകൾ അതുമായിട്ട് അലൈൻ ചെയ്യണം. ഇല്ല, ഉദാഹരണമായിട്ട് പറയാം, ഇപ്പം നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ബസ് പോകുന്നത് നമ്മൾ ഇരിക്കുകയാണ്, കൂളാണ്. അതേ സമയത്ത് നമ്മൾ ബസ് ഇങ്ങനെ പോണ്, പക്ഷെ നമ്മൾ ഇങ്ങനെ ഡ്രൈവർ അപ്പുറത്തെ ഒരു സീറ്റില്ല, ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോണ്ട് പോവുകയാണെങ്കിൽ സുഖമായിരിക്കും അല്ല. അതേപോലെ നമ്മൾ ഈ വീട് ആ വടക്ക് നോക്കി വെച്ച് അലൈൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വീട് സ്വസ്ഥമായിരിക്കും, നമ്മളെ വീട്ടുകാരും സ്വസ്ഥമായിരിക്കും, നമ്മളും സ്വസ്ഥമായിരിക്കും. നമ്മളെ ഹ്യൂമൻ സിസ്റ്റം കംപ്ലീറ്റ്ലി നമ്മളെ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഇതൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കിത് ദഹിപ്പിക്കാൻ വേറെ മോട്ടറൊന്നും ഇല്ല. അതായത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ട് തന്നെയാണ് ഈ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ താഴേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ ബോഡീൻ്റെ അലൈൻമെൻറ്റ് അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അഥവാ അതിലുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡൈജഷൻ പ്രോബ്ലം വരും. ആ വീട്ടിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ സൈൻ അതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഭൂമി കറങ്ങണതിന് സമാന്തരികമായിട്ടാണ് വടക്ക് നോക്കി വെച്ചാൽ കിട്ടുക. അതാണ് കുറ്റിയടിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുറ്റിയടിക്കുക എന്ന് പറഞ്ഞാൽ ഈ വടക്ക് നോക്കി വെച്ച് അതിന് കറക്റ്റായിട്ട് ചരട് പിടിച്ച്, ചരടില്ലാണ്ട് ഒരു പരിപാടി ഇല്ല കേട്ടോ. അതാണ് ചരട്, അതിനെത്ര സമയം എടുത്താലും കുഴപ്പമില്ല, പക്ഷെ അത് കറക്റ്റ് ആയിക്കോളാം. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് പിന്നീടുള്ള എത്ര കാലം ഈ വീട് നിലനിൽക്കണമൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ സൂത്രം എന്ന് പറയും. അപ്പൊ സൂത്രം പിടിക്കുന്ന ആളെ പറയും സൂത്രഗ്രാഹി എന്ന് പറയും. അപ്പോൾ ഈ ഇത് കറക്റ്റായിട്ട് പിടിച്ചു വരുമ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മൾ വടക്ക് നോക്കി വെച്ചിട്ട് അലൈൻ ചെയ്തിട്ട് ചെയ്യണതിന് നമുക്ക് അതിനൊരു സിസ്റ്റം ഉണ്ട്. അത് എന്നിട്ട് ഒരു 3, 4, 5 എന്നൊക്കെ പറയും. 3, 4, 5 എന്ന് പറഞ്ഞാൽ ഒരു മട്ടത്രികോണം കറക്റ്റ് ചെയ്യുന്നതാണ്. പണ്ടത്തെ ഒരു പല നാട്ടിലും പലതും പറയട്ടോ. അപ്പോൾ അത് കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 90 ഡിഗ്രി സെറ്റ് ചെയ്ത് എന്നിട്ട് വീട് ചെയ്യുകയാണെങ്കിൽ അത് ഇതാകാം. ബാക്കി എല്ലാ ഭൂമിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതായത് എന്ന് പറഞ്ഞാൽ ഒന്ന് പറയുന്നത് ജലഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുടിക്കാനുള്ള വെള്ളം അവൈലബിൾ ആണോ, അതുമാതിരി തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അഥവാ നമ്മൾ പോയി നോക്കി ഒരു കിണറുണ്ട് അവിടെ, അത് ഏത് ദിശയിലാണ് കിണർ നിൽക്കുന്നത്. അത് ഇപ്പം അഗ്നികോളിലൊക്കെയാണ് കിണർ ഓൾറെഡി ആ പ്ലോട്ടിലുള്ളതെങ്കിൽ ആ ഒരാൾ പ്ലോട്ട് വിൽക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അയാൾക്ക് പ്രശ്നം കൊണ്ട് ആൾ വിൽക്കണേ. അപ്പോൾ അതിനൊരു സൈനാണ് ഇത്, അഗ്നികോളിൽ ചിലപ്പോൾ കിണറുണ്ട്. അപ്പോൾ അത് ആ കിണറുമ്പോൾ ഉപയോഗിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒക്കെ പണി കിട്ടും. അപ്പോൾ അതായത് ജലത്തിൻ്റെ സ്വാധീനം എങ്ങനെയാണ്, അവിടെ കുടിക്കാനുള്ള വെള്ളം കിട്ടുമോ, ഇനി അതിലൂടെ ഒരു പുഴവുണ്ട്, അത് ഏത് ദിശയിലാണ്, ഇതൊക്കെ നമ്മൾ നോക്കണം. അതായത് ജലത്തിൻ്റെ സാമീപ്യം ഉണ്ടെങ്കിൽ അത് ഏത് കണ്ടീഷനിലാണ് അത് വരുന്നത്, അത് നോക്കണം. ഇതിനൊക്കെ ജലഗുണം എന്ന് പറയും. പിന്നെ സ്ഥലഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ ചെരിവുകൾ പൊന്തലും ഒക്കെയാണ്. എവിടെയാണ് താണിരിക്കുന്നത്, എവിടെയാണ് പൊന്തിയിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഇനിയിപ്പോൾ എന്ത് തരത്തിലാണ് അതിനെ ക്രമീകരിച്ചെടുക്കാൻ പറ്റും. പിന്നെ പറയുക ഒരു ഫ്ലോറ ആൻഡ് ഫോണ, വൃക്ഷഗുണം എന്ന് പറയും. അതായത് എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിൻ്റെ അടുത്തൊക്കെ വീട് വെച്ചാൽ വലിയ പ്രശ്നമല്ലേ, നമുക്ക് സുഹൃത്തുക്കളായിട്ട് വേറെയും കുറേ ആളുകളൊക്കെ വരിക, അതുകൊണ്ട് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നോക്കുക. അതാണ് വൃക്ഷഗുണം എന്നാണ് അതിനെ പറയുക. അതായത് ഇപ്പോൾ ആ സ്ഥലത്ത് പാമ്പിൻ്റെ പുറ്റുണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ നോക്കണം. അതാണ് ഇതൊക്കെ നോക്കുക. അതായത് എന്ന് പറഞ്ഞാൽ അടുത്ത് ഇനി കാടിൻ്റെ പ്രദേശമാണോ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിലാണ് ഒരു കാര്യം കൂടി ഉണ്ട്, എന്താ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയും. അതായത് ഇത് തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാനും പ്രശ്നം ഉണ്ടാകാനും അടിയിൽ ഒരുപാട് ഇത് വരാനുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന ലാംഗ്വേജസ് അങ്ങനെയാണ്. അതായത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പല കിടയിൽപ്പെട്ട ആളുകളും ഉണ്ട്. നമുക്കൊന്നും അത് അങ്ങനെയാണ് അത് യൂണിവേഴ്സ്. എല്ലാവരും ഒരുപോലെ ആക്കണം എന്ന് നോക്കണെയാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി നമ്മൾ ജോലിക്കൊക്കെ പോകും. പിന്നെ നമ്മൾ മക്കൾ ഒഴിവ് ദിവസമൊക്കെ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവരെ ആരും കൂടിയായി കളിക്കുകയൊക്കെ ചെയ്യുക,
അയൽവക്കത്തുള്ള കുട്ടികളെ കൂടെ. അപ്പോൾ അയൽവക്കം എങ്ങനെയുണ്ട് ഇതും കൂടി ഇത് പറയും സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയും, അത് നോക്കണം. അപ്പോൾ ചില ഏരിയകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ താമസിക്കണ ഇതിലാണെങ്കിൽ അപ്ഡേറ്റഡ് ആണ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് പുതിയ 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 ലാംഗ്വേജുകളൊക്കെ പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും മക്കളുണ്ടാകും പുതിയ ലാംഗ്വേജൊക്കെ സംസാരിക്കണത്. കാരണം എന്ന് പറഞ്ഞാൽ അതാണത്. അപ്പോൾ അതാണ് സോഷ്യൽ സ്ട്രക്ചറും കൂടി നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്. അത് ചില ആളുകൾ അത് വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കും കേട്ടോ. അതായത് വീട് വെക്കണേ അവിടെയുള്ള ആളുകളുടെ സംസ്കാര നിലവാരം എങ്ങനെയാണ്, എങ്ങനെയുള്ള സൊസൈറ്റിയിലാണ് അതാണ്. അപ്പം അങ്ങനെ ഒരു ചുറ്റുവട്ടത്തിൽ നമ്മളെ മക്കൾ വളരുമ്പോൾ എന്താവും, അതുപോലെയാവും. യെസ്, ഇതൊരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നതും ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ കഴിഞ്ഞിട്ടില്ല ഒരു സാധനം കൂടി, പേപ്പറൊക്കെ ശരിക്കും നോക്കിക്കൊള്ളാം. ഇതെന്ന് പറഞ്ഞാൽ വല്ല കടമുണ്ടോ, ബാങ്കിൽ കിടക്കുകയാണോ, അതുമാതിരി തന്നെ ഇവിടെ ഇനി വല്ല കരഭൂമിയാണോ കൃഷിഭൂമിയാണോ, ഇതൊക്കെ ശരിക്കും നോക്കിക്കോണം. വാസ്തുക്കാരനെ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഈ ടെക്നിക്കൽ ആസ്പെക്റ്റും എല്ലാം വേണം. ഈ എല്ലാ ഒരു നമ്മളെന്താണെന്ന് അറിയാം, ഈ നമ്മളെ എത്രത്തോളം നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് അവെയർ ആണോ അത്രത്തോളം നമ്മൾക്ക് അതിൽ നിന്ന് ഗുണമാക്കാൻ പറ്റും. വാസ്തു എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രം പറയുന്നത് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് കുറ്റം പറയൽ മാത്രമല്ല, ഒരു ടോട്ടൽ വെൽ ബീയിങ് ആണ്. അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് സമൃദ്ധിയോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റണം. അപ്പോൾ ആ സ്ഥലത്ത് താമസിച്ചാൽ എനിക്ക് അങ്ങനെ കഴിയുമോ, ഇതൊന്നാമത് നമ്മളുള്ളിൽ തന്നെ ആ ഫീല് വരണം. ഓക്കെ. ഈ ശ്മശാന ഭൂമി എങ്ങനെയാണ്, ഒരു ശ്മശാന ഭൂമിയാണോ അല്ലേ എന്ന് കണ്ടെത്താൻ? വെരി ഗുഡ്, വെരി ഗുഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സിസ്റ്റം പറയുമ്പോൾ ശ്മശാന ഭൂമി ഇല്ല എന്നാ പറയുക. എന്നിരുന്നാലും നമ്മളെ ശ്മശാന ഭൂമി ഉണ്ട്, നമുക്ക് ബോഡിയൊക്കെ വെക്കണുണ്ടല്ലോ. ഇത് അത് ഇല്ല എന്ന് പറയാൻ കാരണം അതാണ്, ഇപ്പം പണ്ട് കാലത്തൊക്കെ വീട്ടിൻ്റെ വളപ്പ് തന്നെയായിരുന്നു വെക്കല്. തെക്കോട്ടേക്ക് എടുക്കാന്ന് പറയുക, തെക്ക് ഭാഗത്ത് കുറച്ച് സ്ഥലം ഉണ്ടാവും, എന്നിട്ട് അവിടെയാണ് കത്തിക്കുക. അപ്പം നമ്മൾ ആ മരണം ഇപ്പോഴും ഞങ്ങളൊക്കെ നാട്ടിൽ ഉണ്ടല്ലേ. അപ്പോൾ അത് മരണം കഴിഞ്ഞ് കഴിഞ്ഞ് കത്തിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നവധാന്യങ്ങളും വാഴ നടുവൊക്കെ ചെയ്യും. ഇതെന്തിനാ നടന്നു വെച്ചാൽ പിന്നെ അത് ശ്മശാന ഭൂമിയല്ല, അത് കൃഷിഭൂമിയായി. ഇതിനു വേണ്ടിയിട്ടാണ് പിന്നീട് സഞ്ചയനം നടത്തുമ്പോൾ ഏഴിൻ്റെ അന്ന് കുഴിമൂടി വാഴ ചേമ്പ് തെങ്ങ് വെക്കും, നവധാന്യങ്ങൾ വിതറും. അതോടുകൂടി അത് ശ്മശാന ഭൂമിയല്ല, കൃഷിഭൂമിയായി. ഇതുകൊണ്ടാണ് ഭാരതത്തിൽ ശ്മശാന ഭൂമി ഇല്ല എന്ന് പറയുന്നത്. പറയാൻ ഞാനത് ചോദിക്കാൻ കാര്യം, കഴിഞ്ഞ മാസം ഒരു വസ്തു തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള വസ്തു തർക്കമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഒരു വഴി കണ്ടെത്തുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞ്, നിനക്കറിയോ എന്താ, ഞാനെടുത്ത വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അയൽവക്കത്തുള്ള ആരെയോ അവിടെ അടക്കം ചെയ്തതാണ്. പണ്ട് അടക്കം ചെയ്തതിന് ശേഷം ഇവിടെ മണ്ണെടുത്തു, അതിൽ കല്ല് വെട്ടി, 32 വസ്തു മണ്ണെടുത്തു, കല്ല് വെട്ടി, ഇതെല്ലാം കൊണ്ടുപോയി താഴെ കൊണ്ടുവന്ന് ലെവൽ ചെയ്തിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ദൈവം ഇത് എത്രയോ വർഷം മുമ്പ് ഒരു ആളെ അടക്കിയ ഭൂമി അതിപ്പോഴും അവര് മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അതാണ് ദോഷം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ മനസ്സിനാ. അതാണ്. അപ്പൊ ശരിക്കും ഈ അങ്ങ് പറഞ്ഞ ഇതിനാ പറയുക ഖനനം എന്ന് പറഞ്ഞ പ്രോസസ്സാണ് അതിന് പറയുക. അതായത് ഒരു ബോഡി വെച്ച് മാക്സിമം 7 വർഷമുള്ള അതിൻ്റെ ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇതൊക്കെ ഇതിനോട് ചേർന്ന് പോകും. അപ്പം ഖനനം എന്ന് പറഞ്ഞാൽ കുഴിച്ചെടുക്കാൻ. അതായത് ഏതൊരു പുതിയ ഭൂമി എടുത്തു കഴിഞ്ഞാലും അതൊന്ന് കുഴിക്കണം, കുഴിച്ച് മറിച്ചിടണം. ഇനി മനുഷ്യന്റെ മാത്രമല്ല, ഒരു നായ ചത്താലും പൂച്ച ചത്താലും ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയാകുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഒഴിച്ചിടുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എടുത്തിരിക്കുന്ന ഭൂമി ഒന്ന് ഉഴുത് മറിച്ചിടണം, മൊത്തത്തിലൊന്ന് ഉഴുത് മറിച്ചിട്ടിട്ട് ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കി, എന്നിട്ട് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ നവധാന്യം കൊണ്ടുപോയിട്ട് വിതരണം. അതൊരു റീസ്ട്രക്ചറിങ് ആണ്. അതോടുകൂടി ഈ ഭൂമി ഒരു പുതിയ ഭൂമിയാകുകയാണ്. അതായത് നേരത്തെ പറഞ്ഞാൽ നിനക്കറിയോ പണ്ട് ഇവിടുന്ന് ഒരാളെ കത്തിച്ചാണെന്നൊക്കെ പറയുന്നത്, ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുക, അതിനാണ് ഖനനം എന്ന് പറയുക. ആ ഒരു പ്രോസസ്സാണ്. ഏത് തരം, ഇനിയിപ്പോൾ റിയൽ ശ്മശാന ഭൂമി ആണെങ്കിൽ പോലും പ്രശ്നമില്ല എന്നാ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഉഴുത് അവിടുത്തെ ഒക്കെ മാറ്റി ആ മണ്ണും മേൽമണ്ണും പോയി കഴിഞ്ഞ് വേറെ ഒരു മണ്ണ് കൊണ്ടുപോയി നിറച്ച് കഴിഞ്ഞാൽ എന്തായി, സംഭവം മാറി. പക്ഷേ നമ്മൾ ആദ്യം ഈ ഖനനം ചെയ്യണം കേട്ടോ. ഈ കൊണ്ടിരുന്ന മണ്ണ് വല്ല കാവിലെ മണ്ണാണെങ്കിൽ അത് കാവിലെ മണ്ണ് ആണ്, അതല്ല ഇത് വേറൊരു ശ്മശാനത്തിൽ നിന്നുള്ള മണ്ണാണെങ്കിലോ. അതാണ്. അപ്പൊ നമ്മളവിടെ നോക്കേണ്ടത് ഈ കൊണ്ടുപോയിടുന്ന മണ്ണിൽ എല്ലുണ്ടോന്നൊക്കെ നമ്മൾ നോക്കേണ്ടത്. പണ്ട് എനിക്ക് കോൺട്രാക്ട് പണി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ റോഡൊക്കെ പണിയുമ്പോൾ ഫില്ലിംഗ് ഉണ്ടാവും, എർത്ത് ഫില്ലിംഗ് ഉണ്ടാവും. നമ്മളിങ്ങനെ ഏതെങ്കിലും ഡിപ്പർ തന്നെ വിളിച്ചോടാ 10 ലോഡ് മണ്ണടിക്കണേ, ഇവൻ കൊണ്ടുവരുന്ന മണ്ണിനകത്ത് ഇങ്ങനെ ഇടുമ്പോൾ കക്കൂസ് പൊളിച്ച ക്ലോസറ്റിന്റെ റോഡിൽ വീടല്ലേ പറഞ്ഞ റോഡ് പണിയുന്ന പ്രശ്നമുള്ള കാര്യം.
അങ്ങനെയല്ല. ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ വീടിന് മണ്ണിടാൻ പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല മേളിലുള്ള മണ്ണ് വേണം, ഇപ്പൊ ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അവരെവിടെ എന്തെങ്കിലും എടുക്കുന്ന മണ്ണായിരിക്കും കൊണ്ടുവരുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ വേടിച്ചിരിക്കുന്ന ഭൂമിയിലുള്ള ഒന്ന് കുഴിച്ചു മറിച്ച് രണ്ടാമതും നല്ലതാക്കി എടുക്കുക. ഇതൊരു നേരത്തെ പറഞ്ഞ ഒരു മൈൻഡിലുള്ളൊരു ബ്ലോക്കാണ് കേട്ടോ. അതായത് ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ പോയാൽ അത് എൻ്റെ അപ്പൻ അവിടെയാണ് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിക്കുക, എങ്ങനെയാണ് ഇവിടെ വെച്ചതാണോ അതോ കത്തിച്ചാണോ? കത്തിച്ചാണ്. ഈ ഭൂമിയിലെ യഥാർത്ഥത്തിൽ പ്രസന്റ് മൊമെൻ്റേ ഉള്ളൂ. അതായത് കത്തിച്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞു, അതിൻ്റെ ഒക്കെ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ഒഴുക്കി കഴിഞ്ഞു, ഫിനിഷ്ഡ്. പിന്നെ നവധാന്യം കൂടി വിതറിക്കഴിഞ്ഞാൽ അത് കൃഷിഭൂമിയായി. പക്ഷേ എൻ്റെ അപ്പനെ കത്തിച്ച സ്ഥലമാണ്. ഈ ഒരു ഇതാണ് നമ്മളുള്ളിലുള്ള ബ്ലോക്കിംഗ്. പിന്നെ വല്ല രാഷ്ട്രീയ നേതാക്കന്മാരോ സാംസ്കാരിക നേതാക്കന്മാരോ ഒക്കെ ആണെങ്കിൽ ഓർമ്മ നിലനിർത്താൻ വേണ്ടി കൂടി ഇതായി അല്ല, അവിടെ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഒരു സ്മാരകമൊക്കെ ഉണ്ടാക്കും. അല്ല, പറയണ എത്രയേ ഉള്ളൂ, നമ്മളിതിൽ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, നമ്മളെ വീട് നല്ലൊരു ഭൂമിയിലാകുക, അവിടുന്ന് സമൃദ്ധി വരിക, ഇതാണ് നമ്മളെ ഉദ്ദേശം. അപ്പം അതിനൊന്നാമത് സ്ഥല ശുദ്ധീകരണം എന്ന് പറയുന്നതാണ്. എത്ര തരത്തിലുള്ള ഭൂമിയാണെങ്കിലും അതിനെ ശുദ്ധീകരിച്ചെടുക്കാം.